ഒരുപാട് ഞാൻ ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ വിജയത്തിലും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇന്ന് വേടന്റെ വിവാഹമായിരുന്നു എന്നും അത് അത്യാവശ്യം വളരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഏറ്റവും പ്രശ്നവും മറ്റുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് താഴെയും വന്നിട്ട് സംഘിക്കോമരങ്ങൾ വന്നിട്ട് അലറി വിളിക്കുന്നു, തെറി വിളിക്കുന്നു, കഞ്ചാവ് ഓളി, CPM സെക്രട്ടറിയാണ് ഇവന്റെ കല്യാണം വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റുകളാണ്. എന്താണ് ഈ വേടൻ ഇങ്ങനെ ഈ സംഘിക്കൂട്ടങ്ങൾ ആക്രമിക്കാനുള്ള കാരണം? കേട്ടോ, അപ്പൊ കുറെ നാളത്തെ ആഗ്രഹവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെയാണ്. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടായിരുന്നു. പ്രതീക്ഷ പോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ പരിപാടികൾ നടന്നിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഞങ്ങൾ കുറച്ചേരം ഞങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് പോട്ടെ മക്കളെ. താങ്ക് യു സോ മച്ച്. ഒറ്റ കാര്യം, വേടന്റെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് പേര് വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് പലർക്കും നിരാശരാകേണ്ടി വന്നു. ഒരുപാട് പേർക്ക് പക്ഷേ അത് മനസ്സിലാവും. വളരെ കുഞ്ഞ പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ വീട് വരെ അലങ്കരിച്ചിട്ടുള്ള ഞാൻ അത്രയും വളരെ കുഞ്ഞ പരിപാടിയാണ്. അപ്പൊ എന്റെ ആരാധകർക്ക് അത് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയുള്ള പരിപാടി. പിന്നെ എന്താണ്, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ രണ്ടുപേരും വിവാഹം കഴിച്ചെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥ ആലോചിക്കേ. നമ്മൾ ആ വഴി കൂടെ ഒക്കെ പോകേണ്ടി വന്ന ഒരാളെന്ന് എനിക്ക് പറയാണ്. നമ്മളൊക്കെ ഒരു നാട്ടിലൊരു വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. ഒരു പക്ഷേ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ഈ വേടനെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, രണ്ടുപേരും മാത്രം ആ വിവാഹത്തിന്റെ ചടങ്ങ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും വളരെ ഭംഗിയായിട്ട് ഗ്ലാമറസ് ആയിട്ടൊക്കെ വേഷം ധരിച്ചു വന്നിട്ടുണ്ട്. വേറെ ആരുമില്ല. അതും വേടൻ കറുപ്പ് വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത്. ഭാര്യയാവുന്ന അല്ലെങ്കിൽ ഒപ്പം നിൽക്കാൻ പോകുന്ന, ഇനി ജീവിക്കാൻ പോകുന്ന, ഇണയാകാൻ പോകുന്ന അവര് വേറൊരു കളർഫുൾ ഡ്രസ്സും ധരിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടം, പേഴ്സണൽ ഇഷ്ടം കാണാം. അതിലൊന്നും വേട ഇടപെട്ടിട്ടില്ല എന്ന് വേണം കരുതാം. ഒരുപക്ഷെ അവർക്കും വേണമെങ്കിൽ കറുപ്പ് വസ്ത്രമൊക്കെ ധരിക്കാൻ പറ്റും. അത് അങ്ങനെ ധരിച്ച് കാണുന്നില്ല. എന്തെങ്കിലും ഇവിടെ സംഘിക്കോമരങ്ങളെ എന്താണ് ചൊടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. സോക്കോൾഡ് ഹിന്ദു സങ്കല്പത്തിൽ കുറെ ഉണ്ടല്ലോ, ഈ പൂജാതി കർമ്മങ്ങളൊക്കെ വെക്കുക, ഏതെങ്കിലും പൂണിലിട്ടൊരു പഹേനെ വിളിക്കുക, അവൻ എന്തെങ്കിലുമൊക്കെ മന്ത്രം ചൊല്ലുക, അതിലേക്ക് നെയ്യ്, വെളിച്ചെണ്ണ ഇത്യാദി സാധനങ്ങളൊക്കെ ആ ഹോമകുണ്ടത്തിലേക്ക് ഇടുക, തൊട്ടപ്പുറത്ത് മാല എന്ന് പറയുന്ന ഒരു സ്വർണം അല്ല വിലയുള്ള സാധനം വാങ്ങിച്ചിട്ട് അതിന് പൂജ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുക, അത് അവസാനം എന്താ പറയുക ചെക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, അത് കൊടുക്കുക, കൊട്ടുക, നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കുക, തിന്നാൻ കൊടുക്കുക, അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ ഒരു കടം മുഴുവൻ വീട്ടാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അത്തരം സിസ്റ്റത്തിലൂടെ ഒന്നും നമ്മുടെ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പോയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ താഴത്തുള്ള കമന്റുകൾ ഭയങ്കര തെറികളാണ്. കഞ്ചാവ് ഓളി പെണ്ണ് പിടിയന്മാർക്ക് പെണ്ണ്, അതും CPM സംസ്ഥാന സെക്രട്ടറിയാണ് വിവാഹ തീയതി ലോകത്തോട് പറയുന്ന കാലം അല്ല, കഞ്ചാവ് റേപ്പ് കാലം കഷ്ടം, ഇത് കവർ ചെയ്യാൻ മുഖ്യധാര മാധ്യമങ്ങൾ, നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഏതാ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. ഞാൻ ചുമ്മാ അവന്റെ പേജ് എടുത്തു നോക്കിയപ്പോ കണ്ട ചിത്രം ഇതാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കമന്റ് വന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തിനാണ് അങ്ങനത്തെ ഒരു കമന്റ് വന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അപ്പൊ അതിന്റെ താഴത്ത് എഴുതിയിരിക്കുന്നത്, സംഘികൾക്ക് കുരുപൊട്ടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർ ഇവിടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടാണ്. ഇത് അംഗീകരിക്കാത്ത ആളുകൾക്കൊക്കെ നന്നായിട്ട് കുരുപൊട്ടും. ഭരണഘടന എന്താണെന്ന് അറിയാത്ത പഹയന്മാരാണ് ലവന്മാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വേറൊരാള് നല്ല പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല, ആ സമയത്താണ് ഇതൊക്കെ എന്ന് ഓർത്താൽ വിഷമമുണ്ട്. പ്രത്യേകിച്ച് പിള്ളേർക്ക് വിഷമം കാണുന്നതാണ് വേറൊരുവന്റെ കമന്റ്. എന്താണ് ഈ നല്ല പിള്ളേരെന്ന് മനസ്സിലാവുന്നില്ല. നല്ല പിള്ളേരെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ അതിൻ്റെ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇനി വേടന്റെ കല്യാണം തത്സമയം കാണിക്കാതെ മലയാളം ചാനലുകൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് അടിച്ചിട്ടുണ്ട്.
ഒരാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വിവാഹം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഘികളെ ചൊടിപ്പിക്കാൻ വേടൻ പ്രശ്നമുണ്ടാക്കിയ കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഇവന്റെ പാട്ടുകളാണ്. മോദിക്കെതിരെയുള്ള ഇവിടെ സംഘപരിവാരുകാരുടെ ക്രൂരതകൾക്കെതിരായിട്ടുള്ള വരികളൊക്കെ ശക്തമായിട്ട് എഴുതുകയും വെറും എഴുത്ത് മാത്രമല്ല, അത് താൻ പാടുന്ന വേദികളിൽ ശക്തമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ്. ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്കാണ് വേടനോട് ഈ സംഘികൾക്കുള്ള എതിർപ്പ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എതിർപ്പ് തുടങ്ങിയത് അത് VK ബാബു എന്ന് പറയുന്ന ഒരു ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് അഹിന്ദിൻ്റെ ഒരു സംഘടനയുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു എഡിറ്ററിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് വരുന്നത്. ഇവരൊന്ന് അമ്പല പരിസരത്ത് കയറ്റരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആര്? VK ബാബു. ഈ അമ്പലം മുഴുവൻ ഈ RSSന്റെയും സംഘപരിവാരക്കാർക്കും വിട്ടുകൊടുത്ത പോലെയായിരുന്നു ലെവനൊക്കെ വർത്താനം. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ കേരളത്തിലെ ആസ്ഥാന വിഷം വമിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവര് വന്ന് അവരഭിപ്രായം പറഞ്ഞു. ആ ആസ്ഥാനം വിഷം വമിച്ചത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വേടന്റെ കുലത്തൊഴിലില്ലേ, ഓൻ അത് ചെയ്താൽ പോരെ എന്നാണ്. നമ്മുടെ പണ്ട് കാലത്ത് ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, എന്താണ് ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നൊക്കെ പറയുന്ന സിസ്റ്റം. ആ സിസ്റ്റം അതേപോലെ തന്നെ ഉണ്ടാവണമെന്നും അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടീമാണത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയുള്ളൂ. പിണറായി വിജയന്റെ അച്ഛൻ തെങ്ങുകയറ്റക്കാരനല്ലേ, പിണറായി വിജയൻ തെങ്ങ് കയറാൻ തന്നെ പോയാൽ പോരെ, മനസ്സിലായില്ലേ? വേടന്റെ അച്ഛൻ ഇന്ന തൊഴിലല്ലേ, അതുകൊണ്ട് വേടൻ ആ തൊഴിൽ തന്നെ ചെയ്താൽ പോരെ. ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള തൊഴിലുണ്ടല്ലോ, പാരമ്പര്യമായിട്ടുള്ള പാട്ടുണ്ടല്ലോ, അത് മാത്രം പാടിയാൽ പോരെ, മനസ്സിലായില്ലേ? യേശുദാസ് എന്ന് പറയുന്ന മഹാനായ കലാകാരന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണോ അത് മാത്രം ചെയ്താൽ പോരെ. അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനികളും മറ്റും പ്രാർത്ഥനയെങ്കിൽ ആ പ്രാർത്ഥനാ ഗാനം മാത്രം പാടി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പോരെ. അതായത് നമ്മുടെ പഴയകാല ജാതി സിസ്റ്റം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന നശിപ്പ് ടീമാണ് ഇവന്മാര്. അതുകൊണ്ടാണ് കുലത്തൊഴിലിനൊക്കെ ഇത്ര വലിയ മഹിമയോടൊക്കെ ഇവർ കണ്ടുകൊണ്ടത്. കുലത്തൊഴിൽ മാത്രം ചെയ്ത പോരെ. അതായത് നമ്മുടെ നാട്ടിലൊരു തെങ്ങുകയറ്റക്കാരൻ ഉണ്ടെങ്കിൽ അവന്റെ മകൻ ഇവിടെ തെങ്ങുകയറ്റക്കാരൻ മാത്രമായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് RSSകാരുടെ ഒരു എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. പിണറായി വിജയന് എതിരൊക്കെ ഇവര് ഇങ്ങനെ ചെത്തുകാരന്റെ മകൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ചെത്തു തൊഴിലാളിയാണ്, കള്ള് ചെത്ത് തൊഴിലാളിയാണ്. അങ്ങനെയാണ് ഇവരൊക്കെ വളർത്തിയത്. അപ്പോൾ അങ്ങനത്തെ കള്ള് ചെത്ത് മാത്രം അവർ ചെയ്താൽ പോരെ എന്നാണ് ഈ ശശികല പോലുള്ള ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, ശശികല പോലെയുള്ള ഉയർന്ന ജാതിക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഇവർക്കൊന്നും ഒരു ചെത്തുതൊഴിലായിട്ടുള്ള ഒരു ആളുടെ മകൻ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയും ആ ഭരണത്തിന്റെ എച്ചിൽ തിന്ന് ജീവിക്കേണ്ട ഗതികേട് വരുന്നല്ലോ എന്നുള്ളതാണ് ഇവരുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു വലിയ വിഷമ. അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഗതികേട് അവരുടെ ഒരു അവസ്ഥ വെച്ചാൽ പറയുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊന്നും സഹിക്കുന്നുണ്ടാവില്ല പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് കാണുക, അദ്ദേഹം വരുന്ന സമയത്ത് ഒരു സദസ്സിലെ വെടിയിലൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക, അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഇവർക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം പിണറായി വിജയൻ എന്നതിനേക്കാൾ അപ്പുറത്ത് അവൻ്റെ ജാതിയെ പറ്റിയിട്ടാണ് ശശികല എന്ന് പറയുന്ന ഇത്തരം ആളുകളും VK ബാബു എന്ന് പറയുന്ന അത്തരം ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അതിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചിന്തകളൊന്നും ഇവരെ തലച്ചോറിലേക്ക് എമ്മത്ത് വരില്ല എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിക്കുക. കുറച്ച് നാളുകളായിട്ട് ഇവന്മാരൊക്കെ നല്ല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നല്ല സപ്പോർട്ട് വേണമെന്നുകൂടി പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ബൈ.